10 വിരുന്നുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 4 വിരുന്നുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ അടുത്ത 5ാമത്തെ വിരുന്നിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇത് എസ്തറിന്റെ പുസ്തകത്തിൽ 7ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എസ്തർ മഹാറാണി നടത്തുന്ന വിരുന്നുകളിൽ ഇത് 2ാമത്തെ വിരുന്നാണ് എന്നുകൂടെ നാം ഓർത്തിരിക്കണം. എസ്തർ മഹാറാണി നടത്തുന്ന വിരുന്നുകളിൽ 2ാമത്തെ വിരുന്നാണ് ഈ 7ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതില് 1ാമത്തെ ദിവസത്തെ വിരുന്ന് കഴിഞ്ഞു. 1ാമത്തെ ദിവസത്തെ വിരുന്നിന് ശേഷം ഹാമാൻ നിരാശയോടെ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോയി തനിക്ക് ഹാമാൻ മൊർദെഖായി എന്ന യഹൂദനിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തന്റെ കുടുംബാംഗങ്ങളോട് ശേരശിനോടും തന്റെ സ്നേഹിതന്മാരോടും പങ്കുവയ്ക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അവന് വേണ്ടി ഒരു 50 അടി ഉയരമുള്ള കഴുമരം ഉണ്ടാക്കുക, ആ കഴുമരത്തിന്മേൽ അവനെ തൂക്കിക്കളയുവാൻ തക്കവണ്ണം ഒരു പദ്ധതി തയ്യാറാക്കി രാജാവിനോട് അടുത്ത ദിവസം പ്രഭാതത്തിൽ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു രാത്രി നടക്കുന്ന സംഭവം. അതേ രാത്രിയിൽ കൊട്ടാരത്തിനകത്ത് മറ്റൊരു സംഭവം നടക്കുകയാണ്. അത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. കൊട്ടാരത്തിനകത്ത് നടക്കുന്ന സംഭവത്തിൽ രാജാവിന് ഉറക്കം നഷ്ടപ്പെടുന്നു. രാജാവ് ഭൃത്യന്മാരോട് തന്റെ ദിനവൃത്താന്ത പുസ്തകത്തെ കൊണ്ടുവരുവാനായിട്ട് പറയുന്നു. ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരുമ്പോൾ കൃത്യമായ ആ പേജിലേക്ക്, ഏത് പേജാണോ മൊർദെഖായി ചെയ്ത ഒരു നല്ല കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ പേജിലേക്ക് തന്നെ രാജാവിന്റെ ശ്രദ്ധ പോകുന്നു. രാജാവ് ഈ വ്യക്തിക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്നുള്ള മറുപടിയുടെ മുന്നിൽ രാജാവ് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഭൃത്യന്മാർ പറയുകയാണ്, പ്രാകാരത്തിൽ ഹാമാൻ വന്നു നിൽപ്പുണ്ട് എന്ന്. തന്റെ ഏറ്റവും പ്രധാന ഉപദേഷ്ടാവായി ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഹാമാനോട് രാജാവ് ബഹുമാനിക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ഹാമാൻ ചില കാര്യങ്ങൾ പറയുന്നു. രാജാവിന് തുല്യമായ സ്ഥാനം അറ്റ്ലീസ്റ്റ് ആ ബഹുമാനിക്കുന്ന സമയത്തെങ്കിലും ആ വ്യക്തിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഹാമാൻ അത് പറയുന്നത്. മൊർദെഖായിക്ക് അപ്രകാരം ചെയ്യണമെന്ന് രാജാവ് കൽപ്പിക്കുന്നു. ഹാമാൻ തന്നെ മൊർദെഖായിക്ക് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ഇത്രയും കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുന്നത് നിരാശയോടെയാണ്. അപ്പോൾ അവിടെ തന്റെ കൂട്ടുകാരും തന്റെ ഭാര്യയായ സഹോദരി സേരശും പറയുന്നത് ഇങ്ങനെയാണ്: അവൻ യഹൂദനാണ് എങ്കിൽ അവനെ നീ ജയിക്കുകയില്ല, നീ അവന്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. ഇത്രയുമാണ് നാം പഠിച്ച് നിർത്തുവാൻ ഇടയായി തീർന്നത്. ശത്രുവിന്റെ സാക്ഷ്യത്തെ കുറിച്ച് പഠിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തുവാൻ ഇടയായി. ഇനി അടുത്ത ദിവസത്തെ വിരുന്നിന് ഹാമാന് ക്ഷണമുണ്ട്. അടുത്ത ദിവസത്തെ വിരുന്നിലേക്ക് ഹാമാൻ കടന്നു പോവുകയാണ്. ആ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 6ാം അധ്യായം അവസാന ഭാഗം പറയുന്നത്, രാജാവിന്റെ ഭൃത്യന്മാർ വന്ന് ഷണ്ഡന്മാർ വന്ന് ഹാമാനെ എസ്തർ രാജ്ഞിയുടെ വിരുന്നിലേക്ക് അതിവേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. 7ാം അധ്യായം 1ാം വാക്യം പറയുന്നത് തന്നെ രാജാവും ഹാമാനും ഒരുമിച്ച് എസ്തർ മഹാറാണിയുടെ വിരുന്നിന് കടന്നു ചെന്നു എന്നാണ്. 2ാം ദിവസവും വീഞ്ഞു വിരുന്നിന്റെ മധ്യത്തിൽ വെച്ച് എസ്തർ മഹാറാണിയോട് രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ അപേക്ഷ? ഈ വിരുന്ന് നടത്തുന്നതിന്റെ പിന്നിൽ, എന്നെ ഹാമാനെ ഈ ഭാഗത്തേക്ക് ക്ഷണിച്ചതിന്റെ പിന്നിൽ എന്താണ് നിന്റെ ഉദ്ദേശം? എന്താണ് നിന്റെ അപേക്ഷ? വീണ്ടും ആവർത്തിച്ച് 3ാമത്തെ തവണയാണ് ഒരേ പ്രസ്താവന ആവർത്തിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാജാവ് റാണിയോട് ചോദിക്കുകയാണ്, രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞു. ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന പുരുഷൻ തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് തന്റെ സമ്പാദ്യത്തെ അവൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതിലൂടെയാണ് എന്ന് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയാറുണ്ട്. ഒരു പുരുഷൻ തന്റെ സാമ്പത്തികത്തെ അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അവളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയോ ചിലവഴിക്കുന്നില്ല എങ്കിൽ ആ പുരുഷന്റെ സ്നേഹത്തെ സംശയിക്കേണ്ടതുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധന്മാരായ മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ തനിക്ക് തത്തുല്യമായി മഹാറാണിയെ മാറ്റാൻ തനിക്കുള്ള അധികാരത്തിന്റെയും തനിക്കുള്ള ഈ സമ്പത്തിന്റെ പകുതി താൻ മഹാറാണിക്ക് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ തനിക്ക് ഒപ്പം ഇരുത്തുന്നതിലും മടിയില്ല എന്നുള്ള അഗാധമായ സ്നേഹത്തെയാണ് അഹശ്വേരോശ് രാജാവിന്റെ വശത്തു നിന്ന് സമീപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്.
1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വസ്തി റാണിയോടുള്ള ഇടപാടിൽ അഹശ്വേരോഷ് രാജാവ് ഒരു നല്ല ഭർത്താവായി വെളിപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ ഭവനത്തിനകത്തുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് പുറത്തുള്ള വ്യക്തികളുമായി കൂടിയാലോചിക്കുന്ന ഒരു ഭർത്താവിനെ കാണുവാൻ കഴിയുന്നു. തൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു പുരുഷന്മാരുടെ മുന്നിൽ വരുവാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ഭർത്താവിനെ കാണുന്നു. എന്നാൽ 7-ാം അധ്യായം 6-7 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഒരു നല്ല ഭർത്താവിനെ നമുക്ക് അഹശ്വേരോഷ് എന്ന മഹാരാജാവിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ 3 തവണ ആദ്യമായി മഹാറാണി ഉപവാസത്തിന് ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ, അത് കഴിഞ്ഞ് വിരുന്നിന്റെ 1-ാം ദിവസം, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിരുന്നിന്റെ 2-ാം ദിവസം, ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച് എസ്തർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്, അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്, രാജ്യത്തിൽ പാതിയോളമായാലും അത് ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്ന ആ ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പ്രാവശ്യവും തൻ്റെ ആവശ്യം ഇന്നതാണ് എന്ന് കൃത്യമായി പറയാതിരുന്ന എസ്തർ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് തൻ്റെ ആവശ്യത്തെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 3-ാം വചനത്തിൽ, രാജാവേ, എന്നോട് കൃപയുണ്ട് എങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ട് എങ്കിൽ, എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹം ഓർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞു. രാജാവ് ഉപയോഗിക്കുന്ന പദം പറഞ്ഞുകൊണ്ടാണ് എസ്തർ രാജ്ഞി ആരംഭിക്കുന്നത്. അപേക്ഷ എന്ത് എന്ന് രാജാവ് ചോദിക്കുമ്പോൾ അപേക്ഷ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവനെ നൽകണം എന്ന് പറഞ്ഞ് 1-ാമത്തെ കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. 2-ാമതായി പറയുകയാണ്, എൻ്റെ ജീവനെ അങ്ങ് ശേഷിപ്പിക്കണം എന്നതാണ് എൻ്റെ അപേക്ഷ. ഇനി എൻ്റെ ആഗ്രഹമുണ്ട്, അത് എൻ്റെ ജനത്തിൻ്റെ ജീവനെ അങ്ങ് സംരക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. 2 കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. എസ്തർ മഹാറാണി വളരെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതായാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം എസ്തറിനെ അറിയാൻ ഒരു വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞു, വിളംബരം അഞ്ചൽക്കാർ പുറത്തേക്ക് കൊണ്ടുപോയി അവർ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തില് ഇനി രാജാവിന്റെ ആ കൽപ്പന ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാജാവിന്റെ നിയമം എന്ന് പറയുന്നത് ഏറ്റവും അന്ത്യശാസനം തന്നെയാണ് എങ്കിൽ പോലും അതിനെ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എസ്തർ മഹാറാണി ജനത്തെ, ഒരു യഹൂദൻ അങ്ങയുടെ രാജ്യത്തിലുള്ള ഒരു വ്യക്തി യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നത് ഇങ്ങനെയാണ്, രാജാവിന് തന്നോടുള്ള സ്നേഹം മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ നശിപ്പിക്കുവാൻ, എൻ്റെ ജീവനെ ഒടുക്കുവാനായി ഒരു വ്യക്തി ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ ജനത്തിൻ്റെ ജീവനെ എടുക്കുവാനും ഒരു വ്യക്തി ശ്രമിക്കുന്നു എന്ന്. ഒരു പക്ഷേ റാണി ഇങ്ങനെ പറയാതെ യഹൂദന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ രാജാവിന്റെ കോപത്തെ ഇളക്കി വിടുന്ന ഒരു കാര്യമായി മാറിയേക്കാമായിരുന്നു ഒരു പക്ഷേ ഇവിടെ തന്നോട് രാജാവിനുള്ള സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ്, തനിക്ക് സാധകമായ രീതിയിൽ ഒരു മറുപടി ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ല ഒരു ഭാര്യയെയും ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ഞാൻ മഹാറാണിയാണ്, രാജാവിനോട് എന്ത് സംസാരിക്കാം, എങ്ങനെ സംസാരിക്കാം എന്ന് ചിന്തിക്കാതെ തന്നോട് രാജാവിനുള്ളതായ സ്നേഹത്തെ ഉപയോഗിക്കുന്ന ഒരു മഹാറാണിയെയും അവിടെ കാണുവാൻ കഴിയുന്നു. ഒരു ഉത്തമ കുടുംബത്തിന്റെ മാതൃകയാണ് നമുക്ക് 7-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. റാണിക്ക് വേണ്ടി തൻ്റെ പകുതി സ്വത്തിനെയും തൻ്റെ അധികാരത്തെയും ഒക്കെ പങ്കുവയ്ക്കാമെന്ന് പ്രാചീന കാലത്ത് പറയുന്ന രാജാവാണ് എന്നൂടെ നാം ചിന്തിക്കണം. സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുമുള്ളതായ ബഹുമാനമില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തനിക്ക് തത്തുല്യയായ സ്ത്രീയെ കരുതിക്കൊള്ളാം, തൻ്റെ ഭാര്യയെ കരുതിക്കൊള്ളാം, തനിക്ക് ഈക്വലായി താൻ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന ആ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്ന ഒരു നല്ല ഭർത്താവിനെ കോപിപ്പിക്കാതെ
തനിക്ക് നടക്കേണ്ടുന്നതായ കാര്യങ്ങൾ, സാധിച്ചെടുക്കേണ്ടുന്നതായ കാര്യങ്ങൾ ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ ഭർത്താവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാര്യയും കാണുവാനായിട്ട് ഈ ഭാഗത്ത് കഴിയുന്നുണ്ട്. ഇവിടെ 10 വചനങ്ങളാണ് ഈ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിലെ 4 വചനഭാഗത്താണ് ഈ കുടുംബത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് അവിടെ ലഭ്യമാകുന്നത്. അടുത്ത 5-ാം വചനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അഹശ്വേരോശ് രാജാവിൻ്റെ ഉത്തരവാദിത്തമാണ് തൻ്റെ ഭാര്യ ഒരു കംപ്ലൈൻറ്റ് പറയുമ്പോൾ, ഒരു അപേക്ഷ പറയുമ്പോൾ, ഒരു ആഗ്രഹം പറയുമ്പോൾ ഒരു നല്ല ഭർത്താവ് എന്നുള്ള നിലയിൽ അതിനോട് പ്രതികരിക്കണം. അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ ഒരു നല്ല ഭർത്താവിനെ, സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം ഇങ്ങനെയാണ് ചോദിക്കുന്നത്, അവൻ ആർ, ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ ആർ? അവൻ ആര്? ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെ എന്ന് ചോദിച്ചു. ആരാണെന്നും ആ വ്യക്തി എവിടെയാണെന്നും ഉള്ളതായ ചോദ്യം വന്ന ഉടനെ എസ്തർ മഹാറാണി പറയുകയാണ്, അവൻ വൈരി ശത്രുവും ആയ ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ. എസ്തർ അവനോട് വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. എൻ്റെ ജനത്തിൻ്റെയും എൻ്റെയും വൈരിയും ശത്രുവുമായിരിക്കുന്നത് ഈ ദുഷ്ടനായ ഹാമാനാണ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയി അതിനകത്ത് രാജാവ് ഉൾപ്പെടുന്നുണ്ട്. കാരണം എസ്തർ മഹാറാണിയുടെ ശത്രു എന്ന് പറയുന്നത് ശരിക്കും രാജാവിൻ്റെ ശത്രു തന്നെയാണ്. അപ്പോൾ എസ്തർ റാണിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അഹശ്വേരോശ് രാജാവിനെയും എയിം ചെയ്യുന്ന, ആ കുടുംബത്തെ മൊത്തത്തിൽ എയിം ചെയ്യുന്നതായ ഒരു ലക്ഷ്യമാണ് ഹാമാനുള്ളത്. ദൈവിക പദ്ധതിയോട് മാത്രമല്ല, ഒരു കുടുംബത്തെ എയിം ചെയ്ത് ലക്ഷ്യം വെച്ച് നിൽക്കുന്നതായ ശത്രുവിന്റെ പദ്ധതിയെ മനസ്സിലാക്കുന്ന അഹശ്വേരോശ് രാജാവ് കൃത്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എസ്തർ അപ്രകാരം സംസാരിക്കുവാൻ ഇടയായത്. ഇത് കേട്ട ഉടനെ ഹാമാൻ രാജാവിന്റെ രാജ്ഞിയുടെ മുമ്പിൽ ഭ്രമിച്ചു പോയി എന്നെഴുതിയിരിക്കുന്നു. ഈ കാര്യം ഹാമാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. കാരണം ഹാമാൻ മൊർദെഖായിയോടുള്ള ദേഷ്യത്തിന്റെ പുറത്താണ്, കോപത്തിന്റെ പുറത്താണ് ഈ യഹൂദ ജാതിയെ മുഴുവൻ നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ഹാമാൻ അന്ന് വരെ ചിന്തിക്കാതിരുന്നതായ ഒരു കാര്യം വെളിപ്പെട്ട് വരികയാണ്. അതായത് മൊർദെഖായി യഹൂദനാണെന്ന് അറിയാം, എന്നാൽ എസ്തർ യഹൂദ സ്ത്രീയാണെന്ന് അറിയുകയില്ല. എങ്ങനെയാണ് ജാതിയും കുലവും മറച്ചു പിടിക്കുവാനായിട്ട് എസ്തറിന് കഴിഞ്ഞത് എന്ന് നമുക്കറിയുകയില്ല. കാരണം മൊർദെഖായി ദിനംതോറും അവളുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഉലാവിക്കൊണ്ടിരുന്നു. ഉദ്യോഗസ്ഥരുമായി മൊർദെഖായി സംവദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തൻ്റെ വായിലൂടെ ഒരു കാരണവശാലും താൻ ആരാണ് എന്നുള്ളത് ഈ വ്യക്തികൾ അറിയാതെ വണ്ണം സൂക്ഷിക്കുന്നതിൽ എസ്തർ ജയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പെട്ടെന്നുണ്ടായ ഈ സംഭവ വികാസത്തിലൂടെ 2 വ്യക്തികൾക്ക്, ഏറ്റവും കുറഞ്ഞത് 2 വ്യക്തികൾക്ക് എസ്തറിന്റെ കുലത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും അറിവ് വന്നു. അവൾ ഒരു യഹൂദ സ്ത്രീയാണ്, അവൾ മൊർദെഖായിയുടെ അടുത്ത ബന്ധുവാണ്, യഹൂദ ജനത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് അറിഞ്ഞതായ ഹാമാൻ ഭ്രമിച്ചും പോയി. തൊട്ടടുത്ത ഭാഗം മുതൽ, അത് 3-ാമത്തെ സീനിലേക്കാണ് നമുക്ക് കൊണ്ടുവരുന്നത്. രാജാവ് ക്രോധത്തോടെ വീഞ്ഞ് വിരുന്ന് വിട്ടിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് കടന്നു പോവുകയാണ്. രാജാവ് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് കടന്നുപോയത് എന്തിനായിരിക്കും എന്ന് ചിന്തിക്കുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് 3 കാരണങ്ങളായിരിക്കാം ഒരു പക്ഷേ രാജാവ് വിരുന്നിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായത് എന്നാണ്. ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, രാജാവിനോട് എസ്തർ രാണി ഉപയോഗിച്ച ഒരു പദം, എന്നെയും എൻ്റെ ജനത്തെ അടിമകളായി വിറ്റുകളഞ്ഞിരുന്നു എങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്ന ദാസീദാസന്മാരായി കൊടുത്തിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചിരിക്കുന്നു, അത് വ്യസന കാരണമായിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ 1000 താലന്ത് വെള്ളി ഹാമാൻ രാജാവിന് കൊടുക്കാമെന്ന് പറഞ്ഞത് രാജാവ് അത് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും സമ്പത്ത് വാഗ്ദാനം ചെയ്തതിന്റെ പിന്നിൽ സാമ്പത്തികമായ ഭൗതികമായ നന്മകൾ കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ തന്നെയും തൻ്റെ ജനത്തെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം രാജാവ് പെർമിഷൻ കൊടുത്തത്, മൗനാനുവാദം കൊടുത്തത് എന്ന് കരുതിയതായ ആ റാണി പറയുകയാണ്, ഞങ്ങളെ വിറ്റുകളഞ്ഞിരിക്കുന്നു. ആ പദപ്രയോഗം ഒരു പക്ഷേ രാജാവിനെ അധികം
വിഷമിപ്പിച്ചിരിക്കാം. അതുകൊണ്ട് റാണിയെ ഫേസ് ചെയ്യുവാൻ, ആ മഹാറാണിയെ ഫേസ് ചെയ്യുവാൻ കഴിയാതെ അദ്ദേഹം ഉദ്യാനത്തിലേക്ക് കടന്നുപോയതായിരിക്കാം എന്ന് കരുതുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. രണ്ടാമതായി അവർ പറയുന്നത്, കൃത്യമായ ഒരു ഉത്തരം കൊടുക്കുവാൻ കഴിവില്ലാതെ എന്താണ് ഈ പ്രശ്നത്തിന്റെ മുന്നിൽ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുവാൻ തക്കവണ്ണം സമയം ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യാനത്തിലേക്ക് രാജാവ് കടന്നുപോയതായിരിക്കാം. മൂന്നാമതായി ഒരുപക്ഷെ തന്റെ രാജാവ് ക്രോധത്തോടെ വിട്ട് എഴുന്നേറ്റു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്റെ ക്രോധം, താൻ എത്രമാത്രം കോപാകുലനാണ് എന്ന് റാണിയും മറ്റ് വിരുന്നിലായിരിക്കുന്ന വ്യക്തികളും മനസ്സിലാക്കരുതെന്ന് കരുതി അദ്ദേഹം അല്പനേരത്തേക്ക് വിട്ടുനിന്നതാവാം എന്നും കരുതുന്ന വേദശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില വിഭാഗക്കാർ പറയുന്നത്, ഒരുപക്ഷെ ഹാമാനെ എങ്ങനെ വലിയ പ്രശ്നമില്ലാതെ ഇല്ലാതാക്കാം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി, എങ്ങനെ എസ്തറിനെയും കൂട്ടരെയും രക്ഷിക്കണം, അതേസമയം നിയമപരമായി മറ്റുള്ളവർ ചോദ്യം ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് ഹാമാനെ ആ ഭാഗത്ത് നിന്ന് കൊന്നുകളയുന്നത്, വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്ന് ആലോചിക്കുവാൻ വേണ്ടിയും പോയേക്കാം എന്ന് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ട്. എങ്കിലും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിന്റെ കരം ഹാമാനെതിരെ ചലിച്ചു തുടങ്ങിയിരുന്നു. ദൈവത്തിന്റെ കരം ഒരു വ്യക്തിക്കെതിരെ ചലിച്ചു തുടങ്ങിയ ആ വ്യക്തിയുടെ പ്രവൃത്തികൾ എല്ലാം തന്നെ അബദ്ധത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളതത്രേ. ഒരു മനുഷ്യന്റെ പ്രവൃത്തികളിൽ ദൈവത്തിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ പ്രവൃത്തികളിൽ അവന് സ്ഥിരത കൊടുക്കുകയും ആ പ്രവൃത്തികളിൽ അവനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിൻ്റെതായ ഒരു ശീലമാണ്, അത് ദൈവിക സ്വഭാവമാണ്. എങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ ദൈവത്തിന് പ്രസാദം തോന്നാതിരിക്കുമ്പോൾ അവൻ എന്തിലൊക്കെ തൊട്ടാലും എന്താരംഭിച്ചാലും അതിലൊക്കെ തോൽവി വരിക എന്നുള്ളത് ദൈവപ്രസാദത്തിന്, ദൈവത്തിന്റെ ശാപത്തിന് അല്ലെങ്കിൽ ദൈവിക ശിക്ഷയ്ക്ക് ഉദാഹരണമായി നമുക്ക് വേദപുസ്തകത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്നു. ഇവിടെ ഹാമാൻ ചെയ്ത ഒരു ചെറിയ കാര്യം, അടുത്ത അബദ്ധം ഹാമാൻ അവിടെ കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവിടെ അദ്ദേഹം പോയി റാണിയുടെ മെത്തയിലേക്ക് വീണ് കിടക്കുകയാണ്, റാണിയുടെ കിടക്കയിൽ വീണ് കിടക്കുകയാണ്. അവിടെ റാണിയും ഹാമാനും മാത്രമല്ല, മഹാറാണിയും ഹാമാനും മാത്രമല്ല, മറ്റ് വിളമ്പുന്നതായ പരിചാരകരും ഷണ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവിടെ ഏകരായി അവർ രണ്ടുപേരെ ശേഷിച്ചിരിക്കെ മഹാറാണി ആ കിടക്കയിൽ ഇല്ലാതിരിക്കെ രാജാവ് കാണുന്നത് ഹാമാൻ ആ കിടക്കയിൽ, മഹാറാണിയുടെ കിടക്കയിൽ വീണ് കിടക്കുന്നതാണ്. അത് കണ്ട ഉടനെ രാജാവിന്റെ ക്രോധം ജ്വലിച്ചു. രാജാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ മുന്നിൽ വെച്ച് അവൻ റാണിയെ ബലാത്കാരം ചെയ്യുമോ? ഒരു നല്ല ഭർത്താവിന്റെ അടുത്ത ഗുണത്തെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. മഹാറാണിക്ക് ഒരു ഉപദ്രവകരമായ ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ പോലും ആ സാഹചര്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വാക്കുകൾ, തന്റെ ഭാര്യയെ എത്രമാത്രം സ്നേഹിക്കണം, സംരക്ഷിക്കണം, താൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രമാത്രം സംരക്ഷണം കൊടുക്കണമെന്ന് അഹശ്വേരോശ് രാജാവിന് കൃത്യമായി അറിയാമായിരുന്നു. അദ്ദേഹം വ്യക്തമായി അവിടെ ഉച്ചരിക്കുകയാണ് വാക്കുകൾ, എന്റെ മുന്നിൽ വെച്ച് ഇവൻ റാണിയെ ബലാത്കാരം ചെയ്യുമോ? ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ വന്ന് അവന്റെ മുഖത്തെ മൂടി പുറത്തേക്ക് കൊണ്ടുപോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ അവർ വന്ന് മുഖത്തെ മൂടി പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഭാഗത്ത് വേറെയും പരിചാരകന്മാർ ഉണ്ടായിരുന്നു. റാണിയും ഹാമാനും മാത്രമല്ലായിരുന്നു, വേറെയും വേലക്കാർ ഷണ്ണന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. മുഖം മൂടി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്, വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഒരുപക്ഷെ വധശിക്ഷയിലേക്ക് അവനെ കൊണ്ടുപോകുന്നതിന്റെ സൂചന ആയിരിക്കണം എന്നാണ്. ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ഷണ്ണനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹർബോന എന്ന ഷണ്ണൻ. ഹർബോന അദ്ദേഹത്തോട്, രാജാവിനോട് പറയുകയാണ്, രാജാവേ, ഈ ഹാമാന്റെ വീട്ടിൽ ഒരു കഴുമരം നിൽപ്പുണ്ട്, അതിന് 50 അടി ഉയരമുണ്ട്. അതിൽ മൊർദെഖായിയെ തൂക്കിക്കളയുന്നതിന് വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടെ ഹാമാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ തന്നെ രാജാവ് പറയുകയാണ്, ആ കഴുമരത്തിലേക്ക് അവനെ തൂക്കിക്കളവിൻ എന്ന്. രാജാവിന്റെ കൽപ്പന പ്രകാരം ഏത് കഴുമരമാണോ മൊർദെഖായിക്ക് വേണ്ടി ഉയരപ്പെട്ടത് അതേ കഴുമരത്തിന്മേൽ അവൻ തൂക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടം കൊണ്ട് വേദപുസ്തകം ആ അധ്യായത്തെ അവസാനിപ്പിക്കുന്നില്ല. അങ്ങനെ രാജാവിന്റെ ക്രോധം ക്ഷമിച്ചു എന്നെഴുതിയിരിക്കുന്നു. നോക്കണമേ,
ഇപ്പോഴും ദൈവജനം ഭീതിയുടെ നിഴലിൽ തന്നെയാണ്. 3 മാസം കടന്നു പോയിരിക്കുന്നു. ഇനി ആധാർ മാസം 13-ാം തീയതിയിൽ കൊല്ലപ്പെടും, യഹൂദ ജനം മുഴുവനും വധശിക്ഷയിലേക്ക് കടന്നു പോകും എന്ന് പറഞ്ഞ ആ തീർപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിന് മാറ്റമൊന്നും ഇല്ലാതിരിക്കെ ആ തീർപ്പിന് കാരണക്കാരനായ വ്യക്തിയെ ദൈവം ആദ്യമേ തന്നെ അവന്റെ പദ്ധതിക്കകത്ത് തന്നെ കുടുക്കിയതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 8-ാം വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും, ദുഷ്ടൻ അവന് പകരം അകപ്പെടും. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും, ദുഷ്ടൻ അവന് പകരം അകപ്പെടും. നമുക്ക് പല പദ്ധതികളും, നമുക്ക് എതിരെ പല പദ്ധതികളും പലരും ഉളവാക്കുന്നുണ്ടാവാം. നാം അറിയാതെ മൊർദെഖായി കിടന്നുറങ്ങുന്ന സമയത്ത് ഹാമാന്റെ വീട്ടിൽ പണികൾ നടക്കുകയായിരുന്നു, കഴുമരം ഉയരുകയായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം കേൾക്കാതെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാതെ, നമ്മുടെ ചിന്തയിൽ പോലും വരാത്തതായ വ്യക്തികൾ നമുക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടാവാം. നമ്മളെ കെണിയിൽ പെടുത്തുന്നതിന് വേണ്ടി, അപകടപ്പെടുത്തുന്നതിന് വേണ്ടി, വളർച്ചകളെ തടയുന്നതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ നീതിമാനാണോ, ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളല്ല, അവരോട് വാദിക്കേണ്ടത്, തർക്കിക്കേണ്ടത് നിങ്ങളല്ല. പകരം ദൈവം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും എന്നാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്താണോ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയത്, അതിലേക്ക് ദൈവം അവനെ കൊണ്ടെത്തിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ മേൽ, നമുക്കെതിരെ നിൽക്കുന്നതായ ഏത് മേഖലകളായാലും അതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ദൈവത്തിന് പ്രതികാരം വിട്ടുകൊടുക്കാം.